ഇതിപ്പം പിള്ളേർ തന്നെ കറക്റ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് ആന ഇറങ്ങി വന്നത് ഇല്ലടെ വന്നിട്ട് അത് അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തോട്ട് ഇറങ്ങി. പിള്ളേരെല്ലാം വഴിക്ക് നിൽക്കുമല്ലേ, ഭയങ്കര റിസ്ക് അല്ലേ അത്. അവിടുന്ന് കൊച്ചൊക്കെ ഓടി എൻ്റെ അടുത്ത് വരുന്നത്, ഞാൻ അവിടെ പറമ്പ് കളിക്കുമായിരുന്നു. ഓരോ വശത്ത് ആന ശല്യം കുറയ്ക്കുമ്പോൾ മറുവശത്ത് പന്നിയും പിന്നെ മാനുവിന്റെ ശല്യം കൂടിക്കൊണ്ടിരിക്കുക. ആന ഒരു ആൾക്കാരെ പായിക്കുന്നേ എന്നാ പറയണ്ടേ, നല്ല ഓട്ടമില്ല ആനയാണ്. അധികം വലുതല്ല, ചെറുതാന്ന്. അതന്നെ 2-3 ദിവസമായിട്ട് ആൾക്കാരെ ഓടിക്കുന്നത്. അതിനിപ്പോഴേ അടക്കിയില്ലെങ്കിൽ വലുതാകുമ്പോ എത്ര ആളെ കൊല്ലുന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര ദേഷ്യത്തിലല്ല, അത്രയ്ക്ക് ദേഷ്യത്തിലാണെന്റെ. പിന്നെ ഞാൻ അവിടെ ആ കമ്പി അവിടെ ഗേറ്റിന്റെ അവിടെ വന്നു. അപ്പൊ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ അങ്ങോട്ട് തന്നെ അതിന്റെ മുഖം തിരിച്ചു അങ്ങോട്ട് പോകണമെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് മേലോട്ട് പോയി ആന. ഗേറ്റ് വിടുന്നത് കൊണ്ട് തന്നെ അതിന്റെ ദേഷ്യം മനുഷ്യന്മാരെ കാണുമ്പോൾ ആനക്കുണ്ട്. അപ്പോൾ ആന നമ്മളെ കണ്ടപാട് നമ്മളെ കൊള്ളപ്പാഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയായുള്ളത് ഇപ്പോഴത്തെ ആനയല്ലോ. എവിടെ കണ്ടാലും അന്നേരം ഫോറസ്റ്റുകാരെ വിളിക്കലും പിന്നെ തൊഴിലാളികൾ തന്നെ കുറെ തൊഴിലാളികളുണ്ടല്ലോ, അവരെന്നെ ഓടിക്കലാണ്. നമ്മളെ കാണുമ്പോൾ നമ്മളെ കൊള്ള ഓടി വരുത്താ. നമ്മളെ ഒച്ച കേട്ടല്ലേ നമ്മളെ അടുത്തേക്കാ വരുക. ഞാനാ പറഞ്ഞ എനിക്ക് പഞ്ചായത്ത് വെള്ളം വേണ്ടെന്ന്. ഞാൻ പണ്ട് മുതലേ പഞ്ചായത്ത് വെള്ളം കുടിച്ചിട്ടില്ല. എന്റെ 10ാം വയസ്സിൽ ഞാൻ ഈ കാട്ടിലുള്ള വെള്ളം, തോട്ടിലുള്ള വെള്ളം, പുഴയിലെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അല്ലാണ്ട് പഞ്ചായത്ത് വെള്ളമില്ല. ആ വെള്ളം എനിക്ക് ഇന്നും കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്നും കുടിക്കും. ഇപ്പൊ ഈ ജനങ്ങൾക്ക് ഈ പന്നിനെയും മാനിനെയും മാത്രമേ ഇപ്പൊ പേടിയുള്ളൂ. ഈ മതിൽ വന്ന പിന്നെ ആന ഇച്ചിരി പേടിയൊന്നുമില്ല, പേടിയെല്ലാം കുറഞ്ഞു. അടുത്തത് ഇതിലിങ്ങനെ ഇതതിന്റെ കാലമാണോ? അതെ അതെ, അത് പറഞ്ഞ വലിയ മഴയാണ്, സംശയമില്ല. വലിയ മഴയാണത്, നല്ല വലിപ്പമുണ്ടല്ലോ, നല്ല വലിപ്പം. ഇതിലിങ്ങനെ കോരി ഉടക്കിപ്പോയി ഇവിടെ അല്ലേ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർണം ഫാമിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പലതവണ ഇവിടെ വരുമ്പോൾ നമ്മൾ ആനമുതലിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിലൂടെ കണ്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ ആനപ്രശ്നമൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നത് കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കിട്ടിയ 1-2 വീഡിയോസ്, ഞെട്ടിപ്പിക്കുന്ന 1-2 വീഡിയോസ്. ആ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോവുകയാണ്. അത് അല്ലെങ്കിൽ അത് എടുത്ത ആളുകളെ കാണാനായിട്ട് പോകണം. ഒന്ന് ഒരു ചെത്തു തൊഴിലാളി എടുത്തൊരു വീഡിയോ ആണ്. അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ചീറിപ്പാഞ്ഞ് അടുക്കുന്ന ഒരു കാട്ടാനയുടെ ഒരു ദൃശ്യം. പിന്നെ ഉള്ളത് 2 എണ്ണം ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ പോയി ആനമതിലിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മോഴയാനയും മറ്റൊരു ആനയുടെയും വിഷ്വലാണ്. അപ്പോൾ ഇത് രണ്ടും എടുത്ത ആളുകളെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് എന്നിട്ട് ഈ ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാം. കാരണം ഇപ്പോൾ ആനമതിലിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ അറിയുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ആനക്കുട്ടി ഉഷാറൊന്നുമില്ല, ക്ഷീണം പിടിച്ചിന്. അവിടെ പെൻസിലിംഗ് ആണ്, ഷോക്ക് അടിക്കും. അതുകൊണ്ടാണ് ആനക്ക് അപ്പുറം പോകാൻ പറ്റാത്തത്. അനിയേട്ടാ, ഇതാ എൻ്റെ തൈൻ്റെ കുണ്ടക്ക്, ഇത് അങ്ങോട്ടേക്ക് പായുന്നുണ്ട്. എങ്ങോട്ടേക്കാ വായിക്കണ്ടീന? ആന ആന ഇതാ അങ്ങോട്ട് പോന്നാ. അപ്പോൾ നമ്മളേതായാലും ആർളം ഫാം ബ്ലോക്ക് 1-ലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത ചേട്ടനാണ്. അത് ചേട്ടൻ ചെത്തുതൊഴിലാളിയാണ്, സിനേഷ് എന്നാണ് പേര്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ ആണല്ലേ. ആനയുമായിട്ടുള്ള സംഘടന ആയിരിക്കുമല്ലേ ദിവസം?
ഇപ്പം പെൻസിലിങ് ചുറ്റും വരുന്നുണ്ട്, കൃഷിയെല്ലാം ഇറങ്ങുന്നതുകൊണ്ട് ആന വന്നാല് പകലൊക്കെ ശല്യം തന്നെയാണ്. സാധാരണ കാട്ടിൽ കയറി നിന്നാൽ രാത്രിക്ക് മാത്രമേ സാധാരണ രീതിയിൽ ആന കാട്ടിലോട്ട് പോയിട്ട് രാത്രി ആകുമ്പോൾ വരുമായിരുന്നു. ഇപ്പൊ കാടൊക്കെ തെളിഞ്ഞ് എല്ലായിടത്തും കാട് തെളിഞ്ഞു. അതാണ് പ്രധാനമായിട്ട് കേട്ടോ. നിങ്ങൾ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളായിരുന്നു, ഇതൊക്കെ ഇപ്പൊ തെളിഞ്ഞു കേട്ടോ. മിക്ക സ്ഥലങ്ങളും തെളിഞ്ഞു. ഇത് ഓരോരുത്തർക്ക് പാട്ടം കൊടുത്തേക്കുമായിരിക്കും അല്ലേ? കൃഷി നടത്തുന്നുണ്ട്, കുറെ തൊഴിലാളികളുണ്ട്, ഇപ്പൊ കുറെ ആൾക്കാർക്ക് പണിയായി. അപ്പോൾ ആന ശല്യം ഒരു വിഷയം തന്നെയായി മാറലാണ്. അപ്പോൾ കാട് തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആനയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഗജമുക്തി നടത്തുന്നുണ്ടല്ലേ, ആനകളെ തുരത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആനകളെല്ലാം കാട് കയറ്റി വിടുക. കയറ്റി വിടുന്നത് കൊണ്ട് തന്നെ അതിന്റെ ദേഷ്യം മനുഷ്യന്മാരെ കാണുമ്പോൾ ആനക്കുണ്ട്. അപ്പോൾ ആന നമ്മളെ കണ്ടപാട് നമ്മളെ കൊള്ളപ്പാഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയായിട്ടുള്ളത് ഇപ്പോഴത്തെ ആനയല്ലോ. നമ്മളിപ്പോ ആന നാട്ടില് ഇറങ്ങിയാൽ എങ്ങനെ തെളിക്കുന്നു അതേപോലെ തന്നെയാണ് ഫാമിൽ നിന്ന് തെളിക്കുന്നത്. അത് നിക്കാൻ വിടുന്നില്ലല്ലോ. തെളിക്കാന്ന് പറഞ്ഞാൽ ആനയെ ഓടിക്കലാന്ന്. എവിടെ കണ്ടാലും അന്നേരം ഫോറസ്റ്റുകാരെ വിളിക്കലും പിന്നെ തൊഴിലാളികൾ തന്നെ കുറെ തൊഴിലാളികളുണ്ടല്ലോ, അവരെന്നെ ഓടിക്കലാണ്. അപ്പോൾ ആനക്ക് അതിൻ്റെതായ എന്താ പറയണ്ടേ, ആനയ്ക്കും പ്രശ്നം. നമ്മളെ കാണുമ്പോൾ നമ്മളെ കൊള്ള ഓടി വരുത്താ. നമ്മളെ ഒച്ച കേട്ടല്ല നമ്മളെ അടുത്തേക്കാ വരുക, എതിർ സൈഡേക്ക് പായൂല. ഒന്നാമത് എല്ലാ സൈഡും ഫെൻസിലിംഗ് ആണ്. ഫെൻസിംഗ് ഒക്കെ കറണ്ട് എല്ലാം കൊടുത്തിട്ടില്ല, ഫുൾ ടൈം കൊടുക്കാതെ ഇപ്പൊ. അതുകൊണ്ട് ആനയ്ക്ക് ഈ ഫെൻസിങ് കടന്ന് പോകാനും പറ്റുന്നില്ലല്ലേ. അപ്പൊ ഇവിടെ കടന്ന് കറങ്ങും. അപ്പോൾ ചേട്ടനും കഴിഞ്ഞ ദിവസം ഇതിന്റെ തെങ്ങിന്റെ മുകളിൽ ഇരിക്കണല്ലേ? അതെ അതെ, നമ്മള് ചെത്തുന്ന സ്ഥലത്ത് ഫെൻസിലിംഗ് ഇല്ല, തൊട്ടിപ്പുറം ഉണ്ട് അപ്പുറം ഉണ്ട്. അപ്പോ നിന്ന് ആടെ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മള് ചെത്തുകാരൻ രജീഷിനെ ഇതേപോലെ ഓടിച്ച 2 ദിവസം മുമ്പ് ഓനെ മണിക്കൂറോളം മാറി മാറി തെങ്ങുമ്പ് കയറുന്നതിനെ ഓടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുള്ളി തെങ്ങ കയറിയ രക്ഷോട്ടെ. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ പാഞ്ഞു വരുമ്പോൾ തെങ്ങ കയറിയിട്ട് രക്ഷോട്ടെ. ആദ്യം ബൈക്കിനെ കൊള്ള വന്ന് അപ്പോൾ വായിച്ചാൽ അങ്ങോട്ടേക്ക് പോയി. അങ്ങ് പോയി കുറച്ച് സ്ഥലം കഴിഞ്ഞാൽ പിന്നെ പെൻസിലിംഗ് ആണ്. അപ്പോൾ പോയിരിക്കും വിചാരിച്ച് രണ്ടാമത്തെ തെങ്ങ് കയറാൻ നോക്കുമ്പോൾ ഓൻ്റെ നേരെ വരുന്നത് ചാടി. ഒച്ചയാക്കിയായിരുന്നു, അങ്ങോട്ട് പോകാണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. അന്നേരം തന്നെ തെങ്ങുമ്പോൾ കയറിയോണ്ട് രക്ഷപ്പെട്ട്. എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ടല്ലേ? ഇപ്പൊ ഇല്ല, എല്ലാ തൊഴിലാളികൾക്കും ഇപ്പൊ അനുഭവങ്ങളുണ്ടാവും. പണ്ടൊക്കെ ഇഷ്ടംപോലെ അനുഭവങ്ങളില്ലേ? പണ്ടൊക്കെ ഫാമിലെ ചെത്തുകാരും കുറച്ച് ഫാമിലെ തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലെ തൊഴിലാളികളും കുറഞ്ഞു വരുത്താം. ഇപ്പൊ കുറെ കൃഷിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് ഒട്ടനവധി തൊഴിലാളികൾ വയക്കുന്നയും കൃഷിയെ അനുബന്ധമായിട്ട് തൊഴിലാളികൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ ആന വമ്പിച്ച ഭീഷണി തന്നെയാണ് എല്ലാവർക്കും. ഇന്നലെ തന്നെ ചേട്ടന്റെ സൗണ്ട് കേട്ടിട്ടാന്നല്ലേ, മോളിൽ നിന്ന് കേട്ടിട്ടാന്ന് ആന ഇത് എവിടുന്നാ തപ്പുന്നത് അല്ലേ? സൗണ്ട് കേട്ട ഭാഗത്തേക്ക് വാങ്ങി വരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല മോളിൽ അത് കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ റെഡിക്ക് അതിന് പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ് അത് തിരിച്ചു പോയത്. അതിന് ഒരു പിടുത്തം കിട്ടിയാൽ അത് അവിടെ തന്നെ നിൽക്കുമോ? നമ്മളെ നമ്മളെ കൊള്ള വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ ആനയില്. ആന ഒരു ആൾക്കാരെ പായിക്കുന്നേ എന്നാ പറയണ്ടേ, നല്ല ഓട്ടമില്ല ആനയാണ്. അത് പിടിയാനേ? അത് അധികം വലുതല്ല, ചെറുതാന്ന്. പിടിയാന പിടിയാനയ്ക്കും ഉണ്ടല്ലേ ഇതുപോലെ ദേഷ്യല്ലേ? ഇത് ഒറ്റപ്പെട്ട ആനയാണ്. അതന്നെ 2-3 ദിവസമായിട്ട് ആൾക്കാരെ ഓടിക്കുന്നത്. അതിനിപ്പോഴേ അടക്കിയില്ലെങ്കിൽ വലുതാകുമ്പോ എത്ര ആളെ കൊല്ലുന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര ദേഷ്യത്തിലല്ലേ? അത്രയ്ക്ക് ദേഷ്യത്തിലാണല്ലേ. ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇതുപോലെ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ആനയെ കാണുന്നത്? അല്ല, ഞാൻ ഇവിടെയൊക്കെ ചെത്തുമ്പോൾ കുറെ ആനകൾ കൂട്ടത്തോടെ വരുന്നുണ്ട്. അല്ലാതെ ഞാൻ ഫോണ് എടുത്തിട്ടല്ല കയറല്. അപ്പോൾ ഫോണ് ഷെഡിൽ ഏറുമടത്തിലായിരുന്നു. അത് എടുക്കാൻ പോകുമ്പോൾ ആന അങ്ങ് വിട്ടിന് കൂട്ടത്തോടെ വന്നിന്. വലിയ ആന, ഏതാ മുകളിൽ നോക്കുമ്പോൾ എന്നാ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ അത്രക്കും വിശാലമായ. ചേട്ടനെ തന്നെയല്ലേ ഇന്നാൾ ഇവിടുന്ന് കണ്ട് ഒരു ആന ബൈക്കിന്റെ നേരെ ബൈക്കിന്റെ മേലെ പായിച്ച് പുറകെ ഓടിയെന്നല്ലേ? പിന്നെ അവിടുന്ന് ബൈക്കിനിട്ട് തട്ടി ഉപയോഗിക്കാൻ വന്നൊക്കെ ബൈക്ക് കളഞ്ഞിട്ട് എല്ലാം ശരിയാക്കിയതാ. ചവിട്ടിന്ന് രക്ഷോട്ടെ. അതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയാതെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചേട്ടനെ ആന ഉപയോഗിച്ചിട്ട് ചേട്ടൻ്റെ ബൈക്കൊക്കെ തകർത്ത് ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ ആനയുടെ കാലിൻ്റെ അടിയിൽ തന്നെ ആയിപ്പോയി. പക്ഷേ ജസ്റ്റ് ചവിട്ട് മിസ്സായി പോയതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥകളാണ്. ചേട്ടൻ
ചെത്ത് തൊഴിലാണ്. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ചെത്ത് കാര്യങ്ങളൊക്കെ? ഇവിടെ ഇപ്പോൾ 15-18 വർഷമായി. അതെ. ഇപ്പോൾ തുടർച്ചയായിട്ട് 10 വർഷം. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ചാണ് കയറുക? പടക്കമൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്, കയ്യിലുണ്ട്. വന്നപാടും വണ്ടി പോവാം. വന്നപാടും കണ്ടിനെങ്കിൽ പടക്കം പൊട്ടിക്കും. അന്ന് രേസിനെ പായിച്ചിട്ട് ഞാൻ എൻ്റെ ഷെഡിൻ്റെ അങ്ങോട്ടേക്കാണ് വന്നത്. പിന്നെ ഈ പുഴ സൈഡ് കാടായതുകൊണ്ട് എവിടെയാ നിൽക്കുന്നു തിരിയില്ല. അതുകൊണ്ട് പടക്കെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയേ. എന്നാ വെച്ചാൽ ഈ പുഴ സൈഡ് തന്നെ ഇപ്പം ആന നിൽക്കുന്നത്. ഇങ്ങോട്ടേക്കെല്ലാം കാട് പായിക്കൊണ്ട് പുഴ സൈഡ് കുറച്ചൊരു കാടുണ്ട് ആന നിൽക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ആനകളെ തുരത്തുന്നുണ്ടല്ലോ, ഈ തുരത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പം എങ്ങനെ ആനകൾ കുറവുണ്ടോ? നിങ്ങൾക്ക് ഇതുകൊണ്ട് ആനകളുടെ കുറവായിട്ട് തോന്നുന്നുണ്ടോ? അതെയോ? ആന കുറവ് ഉണ്ടാവും, പക്ഷേ നമ്മളെ കൂടുതൽ ശല്യപ്പെടുത്തുന്ന ഇപ്പാണ്. എന്നുവെച്ചാൽ അത് ഇനി നിൽക്കാനില്ല, കാടൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നമ്മളെ തെങ്ങും തോപ്പ് തന്നെയില്ലേ. അപ്പോൾ കൂടുതൽ ശല്യം ഈ സമയത്താണ്, തുരത്തുന്ന സമയത്താണ് ശല്യങ്ങൾ. അത് തുരത്തുന്ന നേരെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എത്ര പ്രാവശ്യം ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് തുരത്തുന്നുണ്ട്, കൃഷിയെല്ലാം ഇല്ലോണ്ട് അടുപ്പിച്ചടുപ്പിച്ച് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലേ? പക്ഷേ ആന പിന്നെ ഇവിടെ എത്തുന്നുണ്ടല്ലേ? ആന പെട്ടെന്ന് ആനമതിലിന്റെ പണി കഴിഞ്ഞാൽ കുറെ വ്യത്യാസം വരും അല്ലേ? അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ആനമതിലെല്ലാം നിന്ന് പോയിട്ടല്ലേ ഇല്ലേ. ഇപ്പോൾ തന്നെ ശാശ്വതമായ ഒരു പരിഹാരം എന്തായാലും കാണണം. ഇവിടെയെല്ലാം കോടികൾ മുടക്കിയിട്ടാണ് കൃഷിയെല്ലാം നടത്തുന്നത്. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് സർക്കാരും കൂടി കൊടുത്താൽ നല്ല രീതിയിൽ. ഇപ്പോൾ ആർഎഫ് ഫാം മൊത്തമായിട്ടൊന്നും എടുത്തില്ല. മൊത്തമായിട്ട് തെളിച്ച് കിട്ടിയാൽ ഒരു പരിധി വരെ കുറയും ആന. അപ്പോൾ ഇപ്പോൾ ആനക്ക് നിൽക്കാനുള്ള കാട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു സൈഡിൽ നിന്ന് തെളിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് കാടാവും അല്ലേ? അതൊരു വലിയൊരു പോയിന്റ് ആട്ടോ. ഏതായാലും ചേട്ടൻ ഗസ്റ്റിന് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ചേട്ടൻ കയറി നിൽക്കുന്ന തെങ്ങിൻ്റെ പുറത്തായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. പല സമയത്തും തലനാരിലേക്ക് രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ ആറളത്തെ 9-ാം ബ്ലോക്ക് പൂക്കുണ്ട് പ്രദേശത്താണുള്ളത്. ഈ ഒരു വീട്ടിലുള്ള ചേച്ചിയാണിത്. സ്ഥിരമായിട്ട് നമ്മൾ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചേച്ചി ഇങ്ങനെ ആടുകളെയൊക്കെ വളർത്തി ജീവിക്കുന്നതാണ്. പലപ്പോഴും ഇതിലെയൊക്കെ ഇതിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ആന സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്, പലപ്പോഴും നല്ല സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആന മുതൽ വന്നതിന് ശേഷം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊന്ന് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, എന്താണ് സ്ഥിതി? ഇന്ന് കുറേ ദിവസമായി ഒരു ശല്യം ഇല്ലാത്ത. അപ്പോൾ ഞാനിന്ന് കുളിക്കാൻ പോയി. അപ്പോൾ കുളിക്കാൻ പോയപ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞു. 2-3 നൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. മരുമോള നൈറ്റിയാണ്. അപ്പൊ അതൊക്കെ തിരുമ്മി അതിലെ ഒരു ചെറിയൊരു ഇത് ഇടവഴി വെച്ചിട്ടുണ്ട്. തോടുണ്ട്. ആ തോടിന്റെ സൈഡൊക്കെ ചെറിയൊരു ഓലിയും കുത്തിട്ടുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി. അപ്പൊ കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പൊ കുളി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു കുരങ്ങോ അങ്ങാണ്ട് എപ്പം വരുന്നുണ്ട് കുരങ്ങ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുരങ്ങോ ആയിരിക്കുമെന്ന്. കുളിയെല്ലാം കഴിഞ്ഞ് തലയിൽ തോർത്തി ഇട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിപ്പോ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ആന. അപ്പൊ ഈ സമയത്ത് ആരുമില്ലായിരുന്നു. ആ സമയത്തേക്ക് ആരുമില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ നേരം എൻ്റെ കോനയ്ക്ക് വന്നിരുന്ന് കഴിയുമ്പോൾ ഒരു പണിക്കാരൻ വന്നു. എന്നിട്ട് ആ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ആനയുണ്ട്, പണിക്കാരുണ്ടെങ്കിൽ മാറി നിന്നോളം പറ, മതിൻ്റെ മേലെ പണി കമ്പിൽ കെട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അവരെടുത്ത് ശ്രദ്ധിച്ചോളം പറ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഒരു 10 മിനിറ്റെങ്കിലും അവിടെ നിന്ന് തന്നെ തുമ്പിക്കൈക്കൊണ്ട് മണ്ണ് പുറത്തിങ്ങനെ ഇടുവൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ശരിക്കൊക്കെ നോക്കി. സ്ഥിരം വരുന്ന തോന്നുന്നു. ചെറിയൊരു ഇതുണ്ട്, എന്തോ കൊമ്പനാ തോന്നുന്നു, അതായിരിക്കും. വണ്ണമൊന്നുമില്ല, തടിയൊന്നുമില്ല, ആവശ്യത്തിനുള്ള തടിയും പിന്നെ 2 കൊമ്പൊക്കെ ഉണ്ട്. ഇതിലൊക്കെ സ്ഥിരം ആന പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ? ഇപ്പൊ മതിൽ വന്നപ്പോ കൊറേയൊക്കെ വ്യത്യാസമായി. എനിക്ക് വീടും കറണ്ടൊക്കെ ആയ പിന്നെ ഇച്ചിരി സമാധാനം, കുറച്ചു നേരമൊക്കെ ഉറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഈ 6 മണിയാകുമ്പോഴേക്കും ഞാൻ ആ മാവിന്റെ ചോടേ നോക്കുള്ളൂ. അവിടെ തന്നെ എന്റെ ഓർമ്മ അതാ. അതിന്റെ ചോട്ടില് സ്ഥിരം അങ്ങനെ നിക്കുവായിരുന്നു. ആട് വളത്തിലൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് പോകുന്നു. ആണല്ലേ?
പിന്നെ ഇപ്പൊ ഈ കുടിവെള്ളം നിങ്ങൾക്ക് ഇപ്പോഴും അവിടുന്ന് അല്ലാതെ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ വെള്ളം ഒന്നും കിട്ടിയില്ല? ഞാൻ പഞ്ചായത്ത് വെള്ളം കുടിക്കൂല. അത് ഇച്ചിരി പ്രശ്നത്തിലുള്ളതാ. അത് ഞാൻ പറഞ്ഞ ഏട്ടന് കെട്ടിയന് 6 മണിക്കാ പണി കഴിഞ്ഞ് വരുന്നത്. അപ്പൊ ഞാൻ ഗ്രൂപ്പിലെല്ലാം പറഞ്ഞു എനിക്ക് ചെറിയൊരു അത് അത്രയും മുഴുപ്പിലുള്ളത് വേണ്ട, എനിക്കും കെട്ടിയന് കൂടി 2 കല വെള്ളം എടുത്ത് ഇങ്ങോട്ട് കയറാനുള്ള ഗ്യാപ്പ് മാത്രമേ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നോക്കട്ടെ, ഇത് കോടതിന്റെ ഉത്തരവാദിയാ, ഗ്യാപ്പ് ഒന്നും വെച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാം. അങ്ങോട്ട് കിടക്കാം. അത് അടയ്ക്കുമായിരിക്കും അല്ലേ? അത് അടക്കും. അടയ്ക്കുമ്പോ അപ്പൊ നിങ്ങളപ്പോ വെള്ളത്തിന് എന്ത് ചെയ്യും അറിയത്തില്ല. അതാ അവിടെ ഈ 2 ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു ഗ്യാപ്പ്, അത് 2 തുളയുണ്ട്. വെള്ളം പോകാൻ വേണ്ടി അപ്പുറം ഒരു തുളയുണ്ട്, ഇപ്പുറം ഒരു തുളയുണ്ട്. നമുക്ക് ഓടി കയറാനും പന്നിക്കും മലാനിക്കും ഒക്കെ കയറാം. മലാനും പന്നിയൊക്കെ അതിലൂടെ കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ നശിപ്പിക്കുന്നത്. ഓരോ വശത്ത് ആന ശല്യം കുറയ്ക്കുമ്പോ മറുവശത്ത് പന്നിയും പിന്നെ മാനുവിന്റെ ശല്യ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ജനങ്ങൾക്ക് ഈ പന്നിനെയും മാനുവിനെയും മാത്രമേ ഇപ്പൊ പേടിയുള്ളൂ. ഈ മതില് വന്ന പിന്നെ ആന ഇച്ചിരി പേടിയൊന്നുമില്ല, പേടിയെല്ലാം കുറഞ്ഞു. ഇപ്പൊ എല്ലാരും രാത്രി കള്ളുകുടിയന്മാരും അല്ലാത്തവരും പെണ്ണുങ്ങളൊക്കെ രാത്രി അടിച്ചു വിട്ട് പോകുന്നത് കാണണം, വണ്ടിയും കാറും ഒന്നും ഇല്ലാണ്ട് ധൈര്യമായിട്ട്. നേരത്തെ രാത്രി നടക്കാൻ പോലും നേരത്തെ നടക്കാനൊന്നും പറ്റൂല. നേരത്തെ റോഡും വ്യത്യാസങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ കമ്പി അവിടെ ഗേറ്റിന്റെ അവിടെ വന്നു. അപ്പൊ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ അങ്ങോട്ട് തന്നെ അതിന്റെ മുഖം തിരിച്ചു അങ്ങോട്ട് പോണേന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ അങ്ങോട്ട് മേലോട്ട് പോയി. ആന മോഴ തന്നെ വരുന്നേ. അത് വരുന്നുണ്ട്. അതിന്റെ കൊണ്ട് മാത്രം ഇച്ചിരി ശല്യമുണ്ട്. ഇങ്ങനെ പുറത്തൊന്നുമില്ല, അവിടെ വരെ. പിന്നെ ആ മല്ലിക സുഖുവിന്റെ അവിടെ ഒരു പിന്നെ ആനനെ തുരുത്തി ഇറക്കാൻ വേണ്ടി വലിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, ആന കടക്കാനും കയറാനും. അതിലവിടെയാണ് ഈ ആന കയറുന്നതും പോകുന്നതും. ഇറങ്ങാൻ സമയമാകുമ്പോഴേക്കും ഇതിലേ ഇറങ്ങും. ആശ്വാസമായി. 2 ദിവസമായി അവര് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആരും പുറത്തിറങ്ങരുത്. ഇന്നും പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞു. ഇന്ന് 7 ബ്ലോക്കിൽ നിന്ന് ആന നോട്ടിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇതുവരെ ഇതിൽ ആനയും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഏതായാലും ഷൈനി ചേച്ചി പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. നമുക്കിവിടെ കാണാം. ഇത് ചേച്ചി കുടിവെള്ളം എടുക്കുന്നത് ഇവിടുന്ന് തൊട്ടപ്പുറത്താണ്. ഇവർക്ക് കുടിവെള്ളത്തിന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ ഇതിലെയാണ് ഇവർ വെള്ളം എടുക്കാനൊക്കെ പോകുന്നത്. ഇനി ഇത് അടയ്ക്കുന്നല്ലേ പറഞ്ഞേ? അടക്കുന്ന പറഞ്ഞേ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഇപ്പം അടക്കണ്ട, അടച്ചോ, പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ്, കുടിവെള്ളല്ലേ, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ വെച്ചാൽ മതി. അല്ല, പഞ്ചായത്തിന് വെള്ളം നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല? ഞമ്മക്ക് കിട്ടുന്നുണ്ട്. ഞാനാ പറഞ്ഞ എനിക്ക് പഞ്ചായത്ത് വെള്ളം വേണ്ടെന്ന്. ഞാൻ പണ്ട് മുതലേ പഞ്ചായത്ത് വെള്ളം കുടിച്ചിട്ടില്ല. ഞാൻ എല്ലാ ഗ്രൂപ്പിലും പറഞ്ഞായിരുന്നു. അതെന്താ അങ്ങനെ? അത് എന്തെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടമല്ല പഞ്ചായത്ത് വെള്ളം. ക്ലോറിന്റെ വെള്ളമാണ്. പക്ഷേ അത് മറ്റേ കോടതി അടയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനമല്ലേ, അപ്പോൾ അത് അടയ്ക്കാതിരിക്കാൻ അവർക്കും പറ്റും. എൻ്റെ 10ാം വയസ്സിൽ ഞാൻ ഈ കാട്ടിലുള്ള വെള്ളം, തോട്ടിലുള്ള വെള്ളം, പുഴയിലെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അല്ലാണ്ട് പഞ്ചായത്ത് വെള്ളമില്ല. ആ വെള്ളം എനിക്ക് ഇന്നും കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്നും കുടിക്കും. അല്ലാണ്ട് പഞ്ചായത്ത് എന്തെങ്കിലും ഒരിക്കലല്ലേ നമുക്ക് കിട്ടുക. ഏപ്രിൽ മാസം മാത്രമല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർ വെള്ളമൊന്നും തരൂല. എൻ്റെ ജീവൻ്റെ ജീവൻ ഇവരൊക്കെ. ആനക്കും പന്നിക്കും കൊടുക്കാണ്ട് കാശ് സൂക്ഷിക്കുന്ന ഞാൻ. അയ്യോ അതിലെ ചാടിക്കോ. രക്ഷപ്പെട്ടേ.
അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പോൾ കണ്ട ആ മോഴയാനയും അതുപോലെ തന്നെ ഒരു കൊമ്പുള്ള ഒരു ആനയുടെ വിഷ്വൽ എടുത്തത് ഈ വീട്ടിലുള്ള ചേട്ടനാണ്. ഈ ചേട്ടൻ എടുത്തത് ഇവിടുന്ന് തൊട്ട് താഴെ എന്നുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ചേട്ടനോടൊന്ന് ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? മണി. ഇന്ന് രാവിലെ അല്ലേ വീഡിയോ എടുത്തത്? രാവിലെ എത്ര മണിയായപ്പോഴാണ്? രാവിലെ ആദ്യത്തെ പോയപ്പോൾ ഒരു 6:30. 6:30. ആദ്യത്തെ പറഞ്ഞാൽ മോഴയാ? അല്ല, കൊമ്പൻ ആദ്യം പോയല്ലേ? അത് ശരിക്കും ഇതുണ്ട് ഈ റോഡ്. അത് പൂക്കൊണ്ട് ഇറങ്ങി വന്നാ വരുന്ന വഴിയാണ്. അവിടുന്ന് നേരെ മതിൽ താഴേക്ക് ഇറങ്ങിയാണ്. ഇത് ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട്. ഇത് ശരിക്കും ബ്ലോക്ക് 10 ബ്ലോക്ക് ആനമുക്ക്. ആനമുക്ക് അല്ലേ? സ്ഥലത്തിൻ്റെ പേര് തന്നെ ആനമുക്ക് എന്നാണ്. അപ്പോൾ ആനകൾ ഈ പ്രദേശത്ത് ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ഒരു പേരുള്ള. ആനമതിലിൻ്റെ പണിയൊക്കെ നമുക്ക് കാണാൻ. ഇത് പൂർത്തിയായിട്ടില്ലല്ലോ ശരിക്കും? ഇല്ല, പൂർത്തിയായില്ല. മുകളിൽ ബെൽറ്റ് വരാനുണ്ട്. ഇനി മുകളിൽ ബെൽറ്റും കൂടെ വരാനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആനമതിൽ പൂർത്തിയായ ആനമതിലിൻ്റെ മുകളിൽ കൂടെ കടന്നൊന്നും പറയാൻ പറ്റിയില്ല. ആനകൾ രണ്ടും കടന്നു പോയത് ഇതിലെയാണ്. ഈ ഒരു വഴിക്ക് ഇതിലെ നിങ്ങൾ നടന്നു വരുമായിരുന്നല്ലേ? വരുമായിരുന്നല്ലേ? ഇഷ്ടംപോലെ കാൽപ്പാടുകൾ കാണാം കേട്ടോ. ഇത് എല്ലാ ദിവസവും എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇന്നലെ ഇതിൽ തന്നെ വൈകുന്നേരം കയറിയില്ല. ഒന്ന് ഈ ആ വഴിക്കൂടെ പിന്നെ അപ്പുറത്തെ വളവ് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട്. ഓഹോ. എന്നിട്ട് ഒരാൻ അപ്പുറത്ത് അങ്ങോട്ടും പോയി ഒരാൻ ഇതിലൂടെ ഇങ്ങനെ വരികയും ചെയ്തു. ആണല്ലേ? ഇതുണ്ടോ? ഇതാണ് ആനമതിലിന്റെ ഇപ്പോഴത്തെ ഈ മോഴാന. പിന്നെ ഇതിലെ കയറി മോഴാന 2 ഇതിൽ തന്നെ വന്നത്. ഒരു മോഴാന ഒരു 8:30. ഇത് മോഴാന. ഇത് മോഴാന. ഇത് ആദ്യം ഇങ്ങോട്ട് കടക്കാണ്ട് പറ്റിയില്ല. ഇതിലെ കിടക്കാൻ നോക്കി പറ്റിയില്ല. എന്നിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് കിടന്നു. എതിരെ അത് കിടന്ന ഭാഗം ഏതാ? കാണിച്ചു തരാം. ഇതിലിപ്പോ സ്ഥിരം തന്നെ ആനയാണ്. അല്ലേ? ഇതിലൂടെ കൊമ്പം പോയത് ആ ഗ്യാപ്പിൽ കൂടെ അല്ലേ? ഇതിലൂടെ ഗ്യാപ്പിൽ കൂടെ ഒരു ഗ്യാപ്പ്. അതെന്ത് ശരിക്കും ആ ഗ്യാപ്പ് എന്തിനാ വെച്ചേക്കുന്നത്? അത് അപ്പുറത്ത് പഴയ മതിലിന്റെ കല്ലുണ്ട്, അത് എടുക്കാൻ വേണ്ടി. ഓഹോ. അത് കഴിയുമ്പോൾ അത് അടയ്ക്കും അല്ലേ? അത് കഴിയുമ്പോൾ എടുക്കും. അടച്ചു കഴിഞ്ഞാൽ ഇന്ന് അവരോട് പറഞ്ഞായിരുന്നു. ആണല്ലേ? പെട്ടെന്ന് തന്നെ പണി തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? എന്താ കയറി ഇവിടെ അടുത്തത് ഇവിടുന്ന് ഇതിലിങ്ങനെ ചാടിക്കിടുന്നു. ഓഹോ. എന്താ മോഴ ഇതിലാ കോസ്? മഴ. ഇതതിൻ്റെ കാലമാണോ? അതെ. അത് പറഞ്ഞ വലിയ മഴയാണ്, സംശയമില്ല. വലിയ മോഴയാണത്. നല്ല വലിപ്പമുണ്ടല്ലോ. നല്ല വലിപ്പം. ഇതിലിങ്ങനെ കോരി ഇതിലെ ഇത് ഉടക്കിപ്പോയി ഇവിടെ. അല്ലേ? ഓ. പിന്നെ അവിടെ തുമ്പിക്ക് അവിടെ ജണ്ടയുണ്ട്. ആ ജണ്ടക്ക് തുമ്പിക്ക് കുത്തിരാണ്ട് ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റൂലായിരുന്നു. ഓ. കുറച്ച് അവിടെ കുടുങ്ങിപ്പോയിരുന്നു. ആ ജണ്ട കുത്തി ഇറങ്ങിയില്ലേ? എന്തെല്ലാം സർക്കസുകളല്ലേ കാണിക്കുന്നത്. ഇതിലാണ് ആന പോയത്. ഒരാന അതിലേയും പോയി കേട്ടോ. ഇനി പൊക്കി കഴിയുമ്പോൾ ഇനി എന്തോരം കൂടെ പൊങ്ങാനുണ്ട് ഇനി? അത് സാധാരണ ഈ ബെൽറ്റ് ആ കനമില്ലേ, ആ കനം വരും. അത്രയും കൂടെ പൊങ്ങാൻ. ശരിക്കും അത്രയും പൊങ്ങാണെങ്കിൽ ഇത് കയറിയല്ലേ? അല്ല, ഇതിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാതെ നോക്കിയാൽ പോരെ. ഇവിടുന്ന് അങ്ങോട്ട് ഇതിനകത്ത് ഉള്ളിലുള്ള ആനയല്ലേ, ഉള്ളിലുള്ള. അതുകൊണ്ട് അത്ര വിഷയമില്ല, ഈ ഹൈറ്റ് വിഷയമില്ല. അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല. അതായത് മൊത്തം പൂർത്തിയായി കഴിഞ്ഞ് ആനയെല്ലാം പുറത്തിറക്കി പ്രശ്നമില്ല. പക്ഷേ ഇത് നന്നായിട്ട് തന്നെയാ പണി. പണിയൊക്കെ നല്ല നമ്മളെല്ലാം പരമായി നോക്കുന്നുണ്ട്. പണിയൊക്കെ നമ്മൾ എന്തെങ്കിലും മോശം ഇത് പണിയൊക്കെ നമ്മളെപ്പോഴും പറയുന്നത്. കണ്ടിട്ട് നമുക്ക് നല്ല പണിയായിട്ട് തോന്നുന്നു. അതായത് ആനമുതലിൻ്റെ പണിയാട്ടോ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടൻ്റെ വീടാണിത്. ഇവിടെ അടുത്ത് വീടുകളൊക്കെ ഇല്ലേ? അതല്ലേ, കുറേയൊക്കെ ഉണ്ടല്ലേ? ഇത് ദിവസം ഉള്ള ഒരു പരിപാടി ആയിരിക്കും എല്ലാ ദിവസവും ഇപ്പൊ ഇതിലൂടെ തന്നെ. പിന്നെ വൈകുന്നേരം 2 പിന്നെയും കയറും, ഇങ്ങോട്ട് തന്നെ കയറും. ഇതിലൂടെ തന്നെ കയറും. ഫോർഷാർ എന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അവര്. അല്ല, ഇത് ഇങ്ങോട്ട് കയറുന്നില്ല. ഇത് ഇതിലൂടെ തന്നെ ഗ്യാപ്പില്ലേ, അതിലൂടെ ആ ഗ്യാപ്പിൽ കൂടെ അല്ലേ? പിന്നെ അപ്പുറത്ത് ഉണ്ട് പണി മരിച്ചുപോയ ആന വെട്ടിക്കൊന്ന ഈ മോഴയാനെ വെട്ടിക്കൊന്ന കൃഷ്ണനല്ലേ, ചപ്പലി കൃഷ്ണൻ, എൻ്റെ അമ്മാവനാ. അവരുടെ അതിലൂടെയും ഗ്യാപ്പ് കെട്ടി പണി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അവിടെ സ്ഥിരം അതിലൂടെ കയറുന്നുണ്ട്. പണി തീർന്നാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആശ്വാസം. പണി നമുക്ക് ആശ്വാസമായി. പറമ്പിൽ എന്തെങ്കിലും ആക്കി വെക്കാം. പറമ്പിൽ എന്തെങ്കിലും ഒന്നും കിട്ടുക. ഇതെല്ലാം ഫുള്ളും കവുങ്ങ് വെച്ചത്. ഒറ്റ ആന കളഞ്ഞ, ആനയും പന്നിയും കളഞ്ഞ ഒന്നുമില്ലല്ലേ? ഇപ്പൊ ഇതിന്റെ അത്ര പന്നിയൊക്കെ കയറുമായിരിക്കും. ഇത് പഴയ കാട്ടയും വലുതായിരിക്കും അവര്. അത് അടച്ചു വെക്കണം. ഇത് വെള്ളം പോകാൻ വേണ്ടിട്ട്. വെള്ളം പോകാൻ വേണ്ടി. ഇതിപ്പം ഓവർ വെള്ളമൊന്നും വരില്ല, പെയ്ത്തുള്ളതേ. അല്ല ഉറവച്ചാലൊന്നല്ല, പെയ്ത്തുള്ള വരുന്നുള്ളൂ. ഇപ്പോഴേ ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല പറഞ്ഞു ഇത് അടയ്ക്കാനേ. അതെന്താ അങ്ങനെ? അതെന്താന്നറിയില്ല എനിക്ക്. മൃഗങ്ങൾ കയറുന്ന മറ്റേ സാധാരണ ചെറിയ മൃഗങ്ങളൊക്കെ കയറുന്നില്ലേ, മലാനും പന്നിയൊക്കെ ആയിട്ട്.
അവർക്ക് ഇതിനകത്ത് കാട്ടിനകത്ത് തീറ്റയില്ല, ഇങ്ങോട്ട് കയറിയെങ്കിലല്ലേ തീറ്റയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ആ ഉദ്ദേശം. വെള്ളത്തിൻ്റെ ഒന്നുമില്ല, വെള്ളം പെയ്ത്തോളല്ലാതെ വേറെ ഒന്ന് ഉറവച്ചാലും വരുന്നേ ഇല്ല. ഇതൊക്കെ ഈ മതിൽ പഴയ മതിലിൻ്റെ പുത്ത ഇതൊക്കെ അത് വെറുതെ ഇട്ടതാ. നമുക്ക് ബുദ്ധിമുട്ട് പണിയൊന്നും പൂർത്തിയായി കഴിഞ്ഞാൽ അറിയാമല്ലോ സ്ഥിതി. അതെ. ഇതിൻ്റെ അകത്ത് ഉള്ളിലുള്ള ആനേനെ പേടിക്കുള്ളൂ. നിങ്ങൾക്കൊക്കെ എന്നാലും ഈ ആന ഓടിക്കുന്ന സംഖ്യ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ വെളുപ്പിനോട് പണിക്കുമ്പോൾ കുറെ പ്രാവശ്യം ആനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. ഞാൻ തേങ്ങടാൻ പോന്ന തെങ്ങേറ്റോ, ഞാൻ വെളുപ്പിന് 6 മണിയാകുമ്പോൾ പോന്ന അക്കരെ പണി. ഇവിടെ ഫാമിനകത്തല്ല, പുറത്തെ പണി, ഇരുട്ടിയില്ല അവിടെയൊക്കെ. അപ്പം വെളുപ്പിന് പാലപ്പുഴ വഴി പോകുമ്പോൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുറെ വീഡിയോസുകളും എൻ്റെ കയ്യിലുണ്ട്. സ്ഥിരം വരുന്ന വഴി തന്നെയത്. അപ്പോൾ ഏതായാലും ഇതാണ് കേട്ടോ സ്ഥിതി. ആനമതിലിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് മൊത്തം പണി കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ ഒരു സ്ഥിതി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആന ഇതിലെ ചവിട്ടി നടന്നു പോയ പാടുകളാണ് കണ്ട്. ആന നടന്നു പോയ വീഡിയോയും നിങ്ങൾ കണ്ടു. അപ്പോൾ ഏതായാലും ആ കണ്ട ആന വലിയ മോഴയാണെന്നും അല്ലാന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു കണ്ടിട്ട് വലിയ മോഴ തന്നെയാണ് തോന്നുന്നത്. അവൻ്റെ പാൽപ്പാടില്ല, വലിപ്പം കണ്ടിട്ടില്ല. പക്ഷെ ഫോട്ടോയിൽ കണ്ട അത്രയും വലിപ്പം തോന്നുന്നില്ല. ഏതായാലും ഇതാണ് കേട്ടോ. വലിയ മഴയുടെ അധികം വീഡിയോസ് ആരുടെയും കയ്യിലില്ല, അതാണ് എല്ലാവർക്കും സംശയം വരുന്നത്. പക്ഷെ ആന തന്നെയാണ്. വലിയ മഴ എന്ന് പറയാൻ കാരണം എന്താ പറയുക, അവൻ്റെ ഒരു ബാക്കിലത്തെ കാല് മുട്ടയുടെ ആകൃതി ഏതുണ്ടോ, ബാക്ക് കാലിന് ഒരു കാലിന്. എന്നാലും നല്ല വലിപ്പമുള്ള ആനയല്ലേ, വീഡിയോ കാണുന്നതല്ലേ, നല്ല കുഞ്ഞു കിടക്കുന്നുണ്ടോ. പറയാൻ പറ്റൂല, ഫോറസ്റ്റുകാർക്ക് അറിയത്തുള്ളൂ അവരോട്. ഇപ്പം ആനയെ തുരത്തുന്നുണ്ടോ? ആനയെ തുരത്തുണ്ട്. രാവിലെ തൊട്ട് അവിടെ നിന്ന് പടക്കണ്ടി നിന്നിട്ട് കോട്ടപ്പാറ ഭാഗത്തല്ലേ, കോർട്ടി നല്ല കോട്ടപ്പാറയില്ലേ അപ്പുറം, ആ ഭാഗത്ത് താളിപ്പാറ ഇങ്ങനെ ഭാഗത്ത് പഠിക്കുന്ന കേട്ട്. ഇതിപ്പം പിള്ളേർ വരുന്ന കറക്റ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് ആന ഇറങ്ങി വന്നത്. ഇല്ലടെ വന്നിട്ട് അത് അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഇറങ്ങി. സ്കൂളിൽ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിന് ബസ്സിന് അതിന്റെ തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് പിള്ളേരെല്ലാം വഴിക്ക് നിൽക്കുമല്ലോ. ഇത് ഭയങ്കര റിസ്ക് അല്ലേ അത്. അവിടെ നിന്ന് കൊച്ചൊക്കെ ഓടി എൻ്റെ അടുത്ത് വരുന്നത്, ഞാൻ അവിടെ പറമ്പ് കളിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വീഡിയോസ് നിങ്ങൾ കണ്ടു. ആ തെങ്ങ് എത്തുന്ന നേരത്തിന് വളരെ പേടിച്ച് തന്നെയാണ് ആ തെങ്ങിൻ്റെ മുകളിൽ നിന്നത്. നമുക്കറിയാം, വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ്. ആ ചേട്ടൻ്റെ ഒച്ച കാതോർത്ത് നിൽക്കുന്ന ഒരു ആനയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടത്. രണ്ടാമത് കണ്ടത് ആ ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ, മണി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന 2 കാട്ടാനകളെ, ഒരു മോഴയാനയും അതുപോലെ തന്നെ ഒരു കൊമ്പനാനയും. അത് വലിയ മോഴയാണെന്നുള്ള രീതിയിലും പറയുന്നു, അല്ലാന്നും പറയുന്നുണ്ട്. എനിക്ക് കൃത്യം അറിയത്തില്ല. വലിയ മോഴയാണെങ്കിൽ അതാണ് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന ആ ചേട്ടനെ ഒരു 1.5 മാസം മുന്നേ കൊലപ്പെടുത്തിയാണ് കേട്ടോ. ഏതായാലും ഈ പ്രദേശത്ത് കാട്ടാനകളുണ്ട്, ആനകളെ തുരത്തുന്നുണ്ട്. ഗജമുക്തി വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആനകൾ പിന്നെയും ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അത് ഈ ആനമതിലിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആകത്തുള്ളൂ. അതുവരെ ഇങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കും. നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതാണ് അവസ്ഥ കേട്ടോ. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ അവിടെ രാവിലെ ബസ്സിന് പോകാനായിട്ട് നിന്ന സമയത്താണ് ഈ ആനകൾ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആന മതിലിൻ്റെ മുകളിൽ കൂടെ കവച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടു. പണി തീരാത്തതുകൊണ്ട് ഹൈറ്റ് കുറവാണ്, ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഏതായാലും വളരെ ഭീകരമാണ് കേട്ടോ. കാട്ടാന പ്രശ്നം അതിരൂക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ തുടരുന്നത്. പിന്നെ ഷൈനി ചേച്ചി പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. ചേച്ചി കുളിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത് മതിലിനപ്പുറത്തുള്ള ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ്. ആ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതിന് അവകാശം ഉണ്ടെന്നുള്ളത്. പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അവരൊക്കെ കാടിൻ്റെ മക്കളാണ്, അവർക്ക് ഇതിനുള്ള അവകാശമൊക്കെ ഉണ്ട്. അവരെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്ത് നാട്ടിൻ പ്രദേശത്തേക്ക് മാറ്റിയത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു കേട്ടില്ല, ക്ലോറിൻ വെള്ളം കുടിക്കാൻ ആ ചേച്ചിക്ക് താല്പര്യമില്ലയെന്ന്. അത് നമുക്ക് ന്യായമായിട്ടും അവരുടെ ഒരു അവകാശം തന്നെയാണ്, നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഏതായാലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടോ. എത്രയും പെട്ടെന്ന് ആനമതിലിൻ്റെ പണി പൂർത്തിയായി ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.